ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക്. എന്നിട്ട് ഇവിടെ നമ്മള് പൂജയ്ക്കായിട്ട് വന്നേക്കാണ്. തൊഴുതിട്ട് പഴവങ്ങാടി കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ വന്നത് നമ്മുടെ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഗൈസ്. ഇവിടത്തെ ദർശനം കഴിഞ്ഞിട്ട് വരാം. മൂന്നാമതായിട്ട് നമ്മൾ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലൂടെ വന്നു ഗൈസ്. ഇവിടെ തൊഴുതിട്ട് വരാം. തൊഴുതിറങ്ങിയേ ഗൈസ്. ഇരട്ടക്കുളങ്ങരയുടെ ഉത്സവത്തിന് നമ്മൾ പണ്ട് കാവടിക്കുന്ന സമയത്ത് വന്നത് എത്ര പേർ ഓർക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷെ അന്ന് ഇവിടെ ദേവിയുടെ കല്യാണമായിരുന്നു അപ്രതീക്ഷിതമായിട്ട്. അന്ന് ഇവിടെ നിന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അന്ന് വ്ളോഗ് കണ്ടവർക്കറിയാം. എന്നിട്ട് അത് അന്നൊക്കെ ഞാൻ പൊക്കോണ്ടിരുന്നൊരു ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. പക്ഷെ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞ് ദേവിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷം, സമാധാനം. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. എറണാകുളത്ത് നിന്ന് പടകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ വഴി തെറ്റി കോട്ടയം വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു കാട്ടിനിടയിൽ കൂടെ. ഇപ്പോൾ ഇതെല്ലാം ഉച്ചയൊക്കെ അടുപ്പിച്ച് അവരെത്തും. നമുക്കിങ്ങനെ മൊത്തത്തിൽ പൊളിക്കാം. അപ്പോൾ സന്തോഷം ഗൈസ്. നിങ്ങൾക്കൂടെ കുറിയിട്ട് തരാൻ ഗൈസ്. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കുറച്ചു നേരം ഉറങ്ങിപ്പോയി. കാരണം ഇന്നലെ രാത്രി 1 മണിക്ക് കിടന്നിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോവായിരുന്നു. അപ്പൊ ഈ ഉറക്കത്തിന്റെ ഇടയിൽ നമ്മുടെ റിസപ്ഷൻ പരിപാടി നടക്കുന്ന അവിടെ നമ്മുടെ ടീമുകളെല്ലാം വന്ന് നിന്ന് എന്നിട്ട് ഇപ്പൊ അച്ഛൻ കുറച്ചു നേരം മുന്നേ അങ്ങോട്ട് പോയി. അപ്പൊ നന്ദു പറയണ നീ കൂടെ ഒന്ന് വാ, എല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. അപ്പൊ ഇതിന് ഫുഡിന്റെ ആൾക്കാരുണ്ട്, ബൗൺസേഴ്സിന്റെ ആൾക്കാരുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് എമർജൻസി ആയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുവിന്റെ വണ്ടി എടുത്ത്. ഇത് ഏതാ ഇത്? കിയ സോണറ്റ്. ഇതിനൊക്കെ വണ്ടി ഉണ്ടായിരുന്നു പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ എന്ന് ഒരാളല്ലേ. ഗൈസ്, അപ്പൊ വീട്ടില് അവര് എറണാകുളത്ത് നിന്ന് അവരൊക്കെ എത്താറായി എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നേരെ അവിടെ പോയി എല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്യട്ടെ. കാരണം എക്സിറ്റ് എവിടെ, എൻട്രൻസ് എവിടെ, അതനുസരിച്ച് ക്യാമറ ടീമിന്റെ അടുത്ത് എനിക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ എല്ലാം ഒന്ന് പോയി നോക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഇപ്പൊ വ്ളോഗ് കറണ്ട് ആക്കിയത് കൊണ്ട് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് ഈ ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ എത്തും എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളിപ്പോ എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു അല്ലേ കല്യാണപ്പാച്ചിൽ. അത് ഓണപ്പാച്ചിലാണ്. എന്തോ ഒരു പാച്ചിലാണ് ഗൈസ്. നമ്മളിപ്പോ പാച്ചിൽ നിൽക്കണേ. ഉത്രാടപ്പാച്ചില്. അതുപോലെ കല്യാണപ്പാച്ചിൽ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ എത്തിയപ്പോ സുഹൃത്തുക്കളെ, എറണാകുളത്ത് നിന്ന് ഒരു പട ഇവിടെ വന്നിരിക്കുന്നു. നിനക്കെന്താ പട ഒരു ജീവമില്ലാത്തത്? ആണാ? എടി നീ 11:30 വരുമെന്ന് പറഞ്ഞോളല്ലേ എടി. ആണോ? ആഹാ. ഞങ്ങൾ ഒറ്റ ടൗൺ കണ്ടില്ല, ചങ്ങനാശ്ശേരി കണ്ടില്ല. അങ്ങനെ കുറെ നല്ല മേജർ ടൗണൊന്നും കാണാണ്ട് ഇടവഴികളിലൂടെ ഞങ്ങൾ വന്നത്. ആണല്ലേ? പിന്നെ വന്ന് കയറിയത് കുളനടയിലാണ്. കുളനടയില്ല? ബെസ്റ്റ്. അതാണോ എന്റെ അടുത്ത് പറഞ്ഞു 11:30 എത്തുമെന്ന്. എത്തിയത് 1:30. അളിയ എന്റെ മോൻ കറുത്താർ കടുത്തിരിക്കണ പോലെ. ജലദോഷം വല്ല ഉണ്ടാടാ? ചെറുതായിട്ടാ. എന്തിനടാ എവിടെ ചെന്നാലും കൊണ്ട് മയിലിനെ കാണിപ്പിക്കും. മയിലിന് കഴിഞ്ഞ ദിവസം അഭിമറ്റയിൽ ആടവൈദ്യനെ കാണിച്ചില്ലേ? അതുപോലെ എന്റെ കെട്ടിയൊരു മയിലിനെ കാണിക്കാൻ. അപ്പൊ എന്നോട് പറയുന്നത് മയിലല്ല. എടാ ഹൽദിയുടെ ഡ്രസ് എന്തിയാടാ? ഓക്കെ ഗൈസ്, അങ്ങനെ എന്റെ ഹൽദിയുടെ ഡ്രസ് എത്തിയിരിക്കുകയാണ്. ഹായ് ചുരിദാർ. ഇന്ന് കാർത്തി പിങ്ക്. എടി ഇതാണല്ലേ റാണി പിങ്ക്? ഇതാണ് റാണി പിങ്ക്. റാണി പിങ്ക്. ഇട്ട് നോക്കാം. ഇപ്പൊ ഇട്ട് നോക്കാം. എനിക്ക് പെട്ടെന്ന് പഠിക്കുന്നത് കാർത്തി പിങ്ക്. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ? ഉണ്ടാ സ്വന്തമായിട്ട് ഓരോ ചളി എടുത്തിട്ട് നമ്മളെ തലയെ കൊണ്ട് വെച്ചേരാണ്. ഞാൻ റാണി പിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗേസ്. ഇതാണ് എന്റെ പിങ്ക്. ഒരു ചുരിദാർ ഇട്ട ചുരിദാർ മെറ്റീരിയലാണല്ലോടാ ഇത്. ചുരിദാർ മെറ്റീരിയലാണ്. എവളാണ് സെലക്ട് ചെയ്തത്? താങ്ക്സ്. പാന്റാണ് പക്ഷെ മുണ്ടല്ല. പിടിച്ചൊന്ന് കാണിച്ചു കൊടുത്തേടാ. യെസ് ഗൈസ്, ഞാൻ മെലിഞ്ഞിരിക്കുന്നു. അവ മിണ്ടൂല. രണ്ടും കൂടെ കൊടുത്തോണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഹൽദി ഡ്രസ്. അച്ഛന്റെ മഞ്ഞ കിട്ടിയായിരുന്നോ?
കാവി കൊണ്ടല്ല, എനിക്കൊരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും ഒരു കാവി തോറും. അതാണ് അച്ഛന്റെ ഉറപ്പ്. കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഇരിക്കും ബോയ്സ്. നൈറ്റും കൂടി നമുക്ക് കുളിക്കും. സ്വയംവര ചന്ദ്രിക. ഗൈസ് കുളിച്ച് റെഡിയായി ഞാൻ ഇറങ്ങി. ശരിക്കും ഇതിനൊരു ചുരിദാർ ലുക്ക് ഉണ്ട് ഗൈസ്, ഞാൻ കള്ളം പറയൂല. ഇത്രയും നല്ല മോഡൽ സജസ്റ്റ് ചെയ്ത സന്ദ്രസൂന്, അവളുടെ ആണെന്ന് ഗൈസ് കളർ സെലക്ഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ ഇടവേളയിൽ രേഖപ്പെടുത്തുന്നു. ഓറഞ്ച് ഇട്ട, മഞ്ഞ ഇട്ട എന്റെ കസിൻസ് എല്ലാം ഓരോ മുക്കിന് നിന്ന് റെഡിയാവുന്നു. മകളെ ഹായ് പറയൂ വ്ളോഗിന്റെ അടുത്ത്. നീ ഓറഞ്ച്, നീയും ഓറഞ്ച്, നീ ഓറഞ്ച്, നീ മഞ്ഞ. കുഴപ്പമില്ല മക്കളെ, മഞ്ഞ ഈസ് നാച്ചുറൽ. നീ എവിടെ എടി? നീ എന്തടി ഒളിച്ചു നിൽക്കണത്? കുറച്ച് മേക്കപ്പ് ഐശു മേക്കപ്പിന്റെ തിരക്കിലാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇനി ഇതോട്ട് പുഴുക്കും കൈസ് കുറെ. അച്ഛനൊക്കെ പട്ടിത്താറ്റേ ഉള്ളൂ. ഇവിടെ സീരിയൽ ലൈറ്റ് ഒക്കെ വെച്ചേക്കണം. ഹലോ ചേച്ചി, അച്ഛൻ വന്നായിരുന്നാ? വന്നില്ലേ? ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ ഗൈസ്. ഇവിടെ കംപ്ലീറ്റ് സീരിയൽ ലൈറ്റ് ഒക്കെ ഇട്ട് പൊലിപ്പിക്കുകയാണ് ഗൈസ്, രാത്രി അടിപൊളിയാക്കാനായിട്ട്. അമ്മ എന്താണ് ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓ എന്റെ അമ്മ, എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. പക്ഷെ നല്ല രസമുണ്ട്, നിനക്ക് വയറൊന്നുമില്ല. സെറ്റ് ആയിട്ടിരിക്കല്ലേ? ഇതാണ് റാണി പിങ്ക്. ഇതാണ് റാണി പിങ്ക്. അപ്പൊ ഇത് അവളിട്ടതാ അത് ഓറഞ്ച്. അമ്മ ഇട്ടേക്കണ മഞ്ഞ. റാണി പിങ്ക് എനിക്കുണ്ട്. ഈ റാണി ഇല്ല, ഇതല്ല മാമി ഇടേണ്ട, ഇതല്ല മാമി. ഓറഞ്ച് സൈഡിലുണ്ട്, ഓറഞ്ച്. ഓ ഇത് മഞ്ഞ. ഓക്കെ സെറ്റ്. അമ്മയുടെ മഞ്ഞ ഇത്. ഓക്കെ കൊള്ളാവോ? എവിടെ അമ്മ? കൊള്ളാല്ലേ? അപ്പൊ കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ലാത്ത അഭിപ്രായം. ഓറഞ്ച് കിട്ടാത്തവർ മഞ്ഞ, മഞ്ഞ കിട്ടാത്തവർ ഓറഞ്ച്. അങ്ങനെ ഇനി എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ട്രാവലർ വരും ഗൈസ്. നമ്മൾ വിചാരിച്ച് കാർ എടുക്കണേ തന്നെ, ട്രാവലറിൽ പോവാല്ലോ എന്ന്. ഹലോ കുഞ്ഞമ്മ, കോഴിച്ചേരി ഹായ് പറ, വ്ളോഗാണ്. അനകെ നോക്കട്ടെ നിന്റെ ഓറഞ്ച്. മകളെ നിന്നെ ഇങ്ങനത്തെ വേഷത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയടാ. ഫ്രണ്ടിലോട്ട് വാ. എന്റെ റാണി പിങ്ക് എങ്ങനെയുണ്ട്? ശരിക്കും എങ്ങനെയുണ്ട്? ആടാ, നീ അത് മൂക്കും ചൊറിഞ്ഞോണ്ട് പറയുന്നുണ്ട് അല്ലേ? നല്ല രസമുണ്ടടാ ഗൈസ്. മെനിങ്ങാന്നാണ് ഞാൻ അടുത്ത് വിളിച്ചു പറഞ്ഞത് അല്ലേടി? മെനിങ്ങാന്ന് അതിന് മുമ്പത്തെ ദിവസം ഓറഞ്ച് ഇട്ടോണ്ടെങ്കിൽ കത്തിക്കൊണ്ടോന്ന് അവളെ സെറ്റാക്കി ഓറഞ്ച്. ഓക്കെ, നമുക്ക് ഇനി ഇറങ്ങാം പതുക്കാം. ഓക്കെ പതുക്കാം. കൊള്ളാം കേട്ടോ, എല്ലാരും ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കണ ഒരു പ്രത്യേക ഐശ്വര്യം. കുഴപ്പമില്ലല്ലോ. എത്തി 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 എത്തി. നീ എന്തിനടി ഒളിച്ചു കൊണ്ടത്? എടി വർഷങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിൽ നടക്കുന്ന കല്യാണമാണ് മക്കളെ. 35 വർഷത്തിന് ശേഷം. അതെ, നീ അധികം മൂപ്പിക്കാൻ നിനക്ക് എത്ര വയസ്സായടാ? 15. നിന്റെ ഇരട്ടി വയസ്സുണ്ട് എനിക്ക്. എന്താടി മകളെ, നിനക്ക് എത്ര വയസ്സാടി? എടി നിന്നെക്കാട്ടി മൂത്തതാണല്ലേ ഇവള്. അപ്പൊ നീ ചേച്ചിന്ന് വിളിക്കുവള? നീ ചേച്ചിയായടി. ഓ കാലചക്രത്തിന്റെ ഒരു തിരിവേ സുഹൃത്തുക്കളെ. അവക്ക് 26. നിനക്കെത്ര? നിനക്ക് 25. നീ ചേട്ടാന്ന് വിളിച്ചാടി, അവന്റെ മീശായിട്ട് വിളിച്ചാലുണ്ട് ഇത്. ഇവൻ UKG പഠിച്ചിരുന്നപ്പോ വരെ മാമി വരെ ചേട്ടാന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ചേട്ടാ അക്ഷയ്, അച്ചുന്ന് വിളിച്ചാൽ അച്ചുന്ന് വിളിച്ചാൽ എന്താടി? ആണാ? ചെല്ലുമല്ലോ. ഓക്കെ, നമ്മളെല്ലാം ഒരുങ്ങി ഒന്ന് സെറ്റായി ഇറങ്ങട്ടെ ഗൈസ്. അങ്ങനെ അവസാനം എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ കയ്യിലൊക്കെ മഞ്ഞ വൈബ്. അമ്മ ആരൊരുക്കിയത്? ആണോ? തിരിഞ്ഞാണെന്ന്. ഓ മുടിയൊക്കെ ദൈവമേ, കൊള്ളാം, നല്ല രസമുണ്ട്, അടിപൊളി. നമുക്ക് ഇറങ്ങിയാലോടാ എന്നാ പതുക്ക. ഓക്കെ പിള്ളേരെ വന്നാണ് പോവാം. അതിന്റെ എന്തിന്? ഓഹോ അച്ഛാ,
അച്ഛൻ മാത്രം എന്താ വെച്ചാ വെള്ളയില് ഒരു വ്യത്യാസം വേണ്ടേ? കൊള്ളാം, രസമുണ്ട്. നീ വ്യത്യാസം അല്ലേ? അച്ഛാ അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ടെന്ന്. ആ പോവാ നമുക്ക്, പോവാ. കൂടുതൽ ചോദിച്ച് എന്തിനാണ് വാങ്ങിച്ചു പിടിക്കണത്, ഉള്ളത് കൊണ്ട് പോവാ. സന്ദീപേ, നീ എന്താ ഇന്റർവ്യൂവിന് പോണാടാ? ആ നിങ്ങൾ രണ്ടുപേരും ഇത് ഓറഞ്ചാണ്, ഇത് കാവിയല്ലേ? ഇത് അത് കാവി. കാവ്യാണോ? ഗിരീഷണ്ണ സ്വിഗ്ഗി ഡെലിവറിക്ക് പോടാ. അപ്പാടി ചോദിച്ചാ ഇത് കിട്ടിയ പാടെനിക്കറിയാം. കൊള്ളാം. കടയിൽ നിൽക്കണേ ആണാ, കിട്ടിയില്ല അവന്. തച്ചോണ്ടിരിക്കുന്നേ. ആ ബെസ്റ്റ്. എല്ലാരെയും അപമാനിച്ചു കഴിഞ്ഞു. ആ പോവാം പോവാം, വാ. തള്ളമാരെല്ലാം പൂ വെച്ച് തള്ളമാരെല്ലാം പൂവില്ലാതെ അമ്മ ഇപ്പൊ പിള്ളേർക്ക് പൂവൊന്നും വേണ്ടമ്മ. വർഷയ്ക്ക് പൂ ഇഷ്ടമല്ല. നിനക്ക് പൂ ഇഷ്ടമാണോ അടി? നിനക്ക് പൂ ഇഷ്ടമാണോ അടി? ഈശ്വര, ന്യൂജനിൽ ആർക്കും പൂ ഇഷ്ടമല്ലടാ. കേരള തനിമ എവിടെ പോണ്? ആ അടി മക്കളെ. ഓ അപ്പൊ പറയും നീ മുതുക്കായില്ലേ, നിനക്ക് എന്തോരാന്ന് സന്തോഷം. ഇതിലെവിടെയാടാ ഓറഞ്ച്? ഓറഞ്ച്, പഴുത്ത ഓറഞ്ച്. ഇത് പഴുത്തല്ലേ, അഴുകി അത് പിങ്ക് അല്ലേടാ? ഇത് ഓറഞ്ച്. ആ പാ, ഉള്ള ഓറഞ്ചേക്ക് ഓറഞ്ച്. പാ, എന്തരടാ രണ്ടെണ്ണം. അത് സ്പാഷനാടാ, ആണെന്ന് തോന്നുന്നു. രണ്ടുണ്ട് ഇവിടെ. അത് ഇത് കൊളുത്താളോ, പക്ഷെ ഇത് കൊളുത്തി കഴിഞ്ഞാ ഇങ്ങനെ വേണ്ട. അതുകൊണ്ട് നമുക്ക് കയറി പിള്ളേരെ, വണ്ടി കയറി എല്ലാവരും കയറിയോ. വാ. നന്ദു അങ്ങ് എത്തിക്കോളും. ബാ, ആ കേറല്ലോ. ആ നമുക്ക് എല്ലാവർക്കും ഇതിലങ്ങ് പോവാം ഗൈസ്. ഒരു ട്രാവലർ 10-25 പേർക്ക് ഇരുന്ന് അങ്ങ് പോവാലോ. അപ്പൊ പിന്നെ 2-3 വണ്ടി എടുത്ത് ഇതാകുമ്പോഴത്തെ ഒരു ഓളത്തിനങ്ങ് പോവാം. അണ്ണാ ഇന്റർവ്യൂ ഉണ്ടാ, നാളെ നീ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തൊരു ജോലിക്കാരനായി കഴിഞ്ഞാൽ എന്നെ മറക്കുവോ? ഞാൻ ഇവിടെ കിടക്കില്ലേ? ആണോ? കയറിയോ. റൈറ്റ്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോഴത്തേക്കും ഉള്ളൊരു ഫീല്. ഇവിടെ സ്ഥലം ഉണ്ടല്ലേ, ഇനിയും അവന്മാരൊക്കെ വരണതേ ഉള്ളു. സ്കൂളിൽ നിന്ന് ടൂർ പോകണ ഫീൽ അല്ലേ? ബാക്ക് ബെഞ്ചസ്. ആ നീയും പിച്ചിപ്പൂ വെച്ചില്ലല്ലേ? ഈ നേരം ഒന്നും വെച്ചിട്ടില്ല സുഹൃത്തുക്കളെ. സുഖഹാസ്യം മരിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ് ഗുയ്സ്. പടകളൊക്കെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അളിയാ, ഇതാണ് ഗൈസ് വർഷയുടെ ചേട്ടൻ. സുഖാണോടാ നിനക്ക്? ഗൾഫിൽ നിന്ന് നീ ഇപ്പൊ 4 ദിവസമായല്ലേ വന്നിട്ട്? ഒരാഴ്ചയായി. സെറ്റ്. വാ പൊളിയ. ഇവിടെ വരിണ്ടല്ലാണോ ഇവിടെ? അവിടെ നീ എന്തിനാ അവിടെ കിടന്ന്? തലമൂത്ത ഗിരീഷണനാ. അണ്ണൻ വരുമ്പോ സ്വിഗ്ഗി ഡെലിവറിന്നും പോയെന്നും പറഞ്ഞെടുത്ത് കളയിപ്പിക്കാറ്. വരണില്ലേ? വാ അച്ഛവിടെ വാ. ഓ മൊത്തം ഓറഞ്ച് മയം. കുറെ ഓറഞ്ചുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. വ്യത്യസ്തമായി നോക്കണം. ആ എല്ലാരും. പക്ഷെ ഏറ്റവും വ്യത്യസ്തം ഞാനാണ്. ഞാൻ പിങ്ക് ആണ്. പിങ്ക് എവിടെ? അവളെ കാണാനില്ലല്ലോ. അവളുടെ പിങ്ക് ഞാൻ കണ്ടില്ല. അത് ഓറഞ്ച് ചെയ്യുന്നല്ലേ? ആ ചിന്നു ആരാണ്? മണക്കൂസുകളൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. നല്ല ഓറഞ്ച് കളർ മക്കളെ. നിന്റെ പേരെന്നാ? അമ്മൂല്യ. നിന്റെയോ? ആമി. ഓക്കെ സെറ്റ്. എത്ര പഠിക്കാൻ രണ്ടുപേരും? 4. നീയോ? 4, 3. ഓക്കെ സെറ്റ്. നിങ്ങളുണ്ടോ ഡാൻസിന്? ഓഹോ, ഞാൻ അമ്മോളോട്ട് പോവാ. നമ്മൾ മേളിലോട്ട് കയറട്ടെ. എന്തു അടി? ഇപ്പൊ അത് മാറി കിട്ടിയത്. ഞാന് കുറച്ച് പരിപാടിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്തിപ്പോ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം വർഷാബിയുടെയും കാർത്തികേയന്റെയും വെഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ഇവന്റ് ഹൽദി ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. നമുക്കൊരു കേക്ക് കട്ട് ചെയ്തതിന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിനുവേണ്ടി നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡായ വർഷയും ഹാൻസം ഗ്രൂമായ കാർത്തികേയനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കൂട്ടത്തിൽ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തരായിട്ട് വന്ന് ഹൽദി സെറമണി സ്റ്റാർട്ട് ചെയ്യാം.
എടുത്തോണ്ട് വന്ന സാന്ദ്രാസു, എന്റെ പൊന്നു സാന്ദ്രയെ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റാണി പിങ്ക് ഇടുന്നത്. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഇരിക്കണം. തിരുവനന്തപുരത്തെ 15-ലേറെ കടകൾ തപ്പിയിട്ട് ഓറഞ്ച് കിട്ടാതെ അവസാനം മഞ്ഞ ഇട്ട് നിൽക്കുന്ന 2 കൂട്ടുകാരവിടെ നിൽക്കുകയാണ്. മാമി, അമ്മ, അവർക്കും ഓറഞ്ച് കിട്ടിയില്ല, മഞ്ഞ. പക്ഷേ അമ്മ മാമി അത് ഓറഞ്ച് ആണെന്നും പറഞ്ഞ് നടക്കുകയാണ്. അത് ഏത് ഓറഞ്ചാണ്? റസ്റ്റഡ് ഓറഞ്ച് ആണ്. ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ സഹായിച്ച സാന്ദ്രാസുവിന് എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും പ്രധാനമായിട്ട് വെള്ള ഇട്ടിരിക്കുന്ന എന്റെ അച്ഛന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. അടുത്ത എന്താണ് ഞങ്ങൾ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? നമുക്കൊന്ന് വൈബ് ആക്കാൻ വേണ്ടി ഒരു ഗെയിം കളിച്ചാലോ? ഓക്കെ. ഈ ഗെയിം നമ്മുടെ വർഷയ്ക്കും കാർത്തികേയനും വേണ്ടി മാത്രമുള്ളതാണ്. അയ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം എന്താന്ന് അറിയണ്ടേ? നമ്മുടെ ഈ 2 ചെയർസ് ഇല്ലേ, നിങ്ങൾ ഈ ചെയർസ് ബാക്ക് ടു ബാക്ക് ഇടും. നിങ്ങൾ 2 പേരും 2 ചെയർസിലായിട്ട് ഇടുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, നിങ്ങൾ അതുപോലെ ചെയ്യാം. ഓക്കെ? എത്ര മനഃപൂർവ്വത്തോടെ നമുക്ക് നോക്കാം. എല്ലാരും റെഡിയല്ലേ? തുടങ്ങിയല്ലേ? അപ്പൊ ഇതാരാ ദേവസേന പറഞ്ഞു കൊടുക്കും, ആൾക്കാർ അറിയട്ടെ. ദേവസേനയാണേ. ഓരോന്നായിട്ട് തുടങ്ങാം. സോ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഹാൻഡ് റേസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ. എല്ലാവരും കൈയടിച്ചേ. ഒന്ന് എനിക്ക് തന്നെ പെട്ടെന്നൊരു ഡാൻസ് സ്റ്റെപ്പ് ഇടാവോ? നിങ്ങളുടെ ഫേസില് ഏതെങ്കിലും ഒരു പാട്ട് ടച്ച് ചെയ്യണം. പാട്ട് ടച്ച് ചെയ്യണം. പാട്ട്. നിങ്ങള് ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞേ. 1 2 3. 9. അയ്യോ, നിങ്ങളൊന്ന് തിരിഞ്ഞേ. ഹലോ ഷെയർ. ഇത്രേ ഉള്ളൂ നമ്മളെ ഗെയിം. ഇനി നിങ്ങളുടെ സ്കോർ അറിയണ്ടേ? ഗെയിം കഴിഞ്ഞു. ഇച്ചിരി വിഷമമാണ് പറയാൻ. 0. സാരമില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇവരുടെ അതിമനോഹരമായ ഡാൻസ് ഒരാഴ്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ സത്യാവസ്ഥ അതല്ല, ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഞങ്ങൾ 2 മാസം മുന്നേ പ്ലാൻ ചെയ്തെങ്കിലും 2 ദിവസം കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് രാവിലെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ മിസ്റ്റേക്സ് കാണും. പക്ഷെ എല്ലാരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. പൊളിക്കാം നമുക്ക്. എല്ലാരും ഒന്ന് കൈയ്യടിച്ചേ. മഞ്ഞളൊക്കെ തേച്ചിട്ട് ഇറങ്ങി. മറ്റേ കടലമാവ് ഫേഷ്യൽ ഇട്ട പോലെ തോന്നുന്നു എന്റെ മുഖം. ഇത് ഉണങ്ങി പിടിക്കണുണ്ട് കേട്ടാ. പക്ഷെ നല്ലടാ, ഇങ്ങനെ എണ്ണയിൽ മുങ്ങിയ പഴംപുരി കൊള്ളായിരുന്നു. നല്ല മാവൊക്കെ തേച്ച്. ആണാ? നീ എവിടെ പോയിരുന്ന 2 എണ്ണം കൂടാ? കോഫി മെഷീൻ കിട്ടിയില്ല. ആണാ? കിട്ടിയത് നാളെ നിങ്ങൾക്ക് ചായ കുടിക്കണ്ടേ? ഹർത്താലല്ലേ? ഇല്ലെങ്കിൽ വീട്ടിൽ ചൂടുവെള്ളം കുടിച്ചിരിക്കേണ്ടി വരും. സ്നേഹമുള്ളവനാ ചേട്ടൻ. അതെ 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 അതെ. എങ്ങനെയുണ്ടാ പരിപാടി? ഇങ്ങനെയല്ലേ ഹൽദി? എനിക്ക് എന്റെ ഫസ്റ്റ് ഹൽദിയാണ്. കോഴീനെ നോക്കി നോക്കി ഒരു കോഴിയുടെ മനസ്സാണ് ഇപ്പൊ ചേട്ടന്. കോഴികൾക്ക് വേണ്ടി തീറ്റയൊക്കെ ഉണ്ടാക്കണ്ടേ? ഞായറാഴ്ച ഉണ്ടായില്ല. ഇനി അടുത്തത് നമ്മുടെ പെൺവീട്ടുകാരുടെ ഡാൻസ് ആണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം. എന്താണ് നിന്റെ ഡ്രസ്സിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? എടാ കൊള്ളടാ, ഇതാണ് റാണി പിങ്ക്. കളറിനെ കുറിച്ച് കൊള്ളാം. നീ അഭിപ്രായപ്പെടണ്ട. അച്ഛന്റെ എന്തൊരു അഭിപ്രായം കേട്ടപ്പോ മാറി. കണ്ടുടങ്ങി ചോദിച്ചു, മാമ ഇത് കണ്ടിട്ടെന്ന് ചോദിച്ചില്ല. ഓക്കെ. ആണല്ലേ? എന്നിട്ട് ഇത് എടുക്കാൻ പറഞ്ഞ പെമ്പിള്ളേര് അത് ഞാൻ ബട്ടൺസ് കയറി പോയടാ. അതൊന്നും നോക്കണ്ട, ഒരു ദിവസത്തേക്ക് ഇടാനല്ലേ. ഓ, എന്നിട്ട് പെമ്പിള്ളേരെല്ലാം കൂടെ എന്നിട്ട് നമ്മളടുത്ത് ഓറഞ്ച് ഇടാൻ പറഞ്ഞ് മഞ്ഞിട്ടുണ്ടോന്നറാ അവളുടെ കൂട്ടുകാരികള്. അവള് ഓർഡർ ചെയ്തപ്പോ ഓറഞ്ച് വന്നപ്പോ മഞ്ഞായി. തുടച്ചു മക്കളെ. തുടക്കല്ലേ ഈ ദിവസം, തുടക്കല്ലേ ഇങ്ങനെ ഇരിക്കണം. എടാ പോടാ. നല്ലതാണ്, ഗ്ലാമറൊക്കെ. ആണാ? എന്നാ പിന്നെ കിടന്നോട്ടെ. ഗൈസ്, നമ്മുടെ പെൺകുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘാണ്.
അത്രക്കായല്ലേ കല്യാണത്തിന്റെ കഥവല്ലേ കല്യാണ പെണ്ണല്ലേ ഇവൻ ഒരുവൻ കിഴക്കുതിച്ച് ഇവൻ ഒരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴകൻ മണിച്ചെറുക്കൻ തകിലു വിളകളിടയ്ക്ക് മക്കള ചക്കരക്കുടം തായോ തായോ കണ്ണിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവളെ കത്തറുത്ത കട്ടുനിലാവേ ഈ അവസരത്തിൽ പറയാൻ പാടോന്ന് അറിയാൻ പറ്റില്ല 2-3 പ്രാവശ്യം കാർത്തി പ്ലിങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഴുതി ഗൈസ്. പിന്നെ വെൽ കൊറിയോഗ്രാഫ്ഡ് ഡാൻസ് ആയതുകൊണ്ട് ഞാൻ പിടിച്ചു തന്നു സെറ്റ്. എങ്ങനെയുണ്ടായിരുന്നു guys ഞങ്ങളുടെ dance? നിനക്ക് തോന്നിയ ചേട്ടനെ പറ്റിയുള്ള 10 നല്ല കാര്യങ്ങൾ. ചേട്ടൻ നല്ലൊരു ചേട്ടനാണ്. ഒരുപാടുള്ളത് കൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാതെയാണ്. നന്നായി ഹാൻഡിൽ ചെയ്തു. പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇവർ ഈ പാട്ട്. പക്ഷെ ശരിക്കും ഞങ്ങൾ ഞെട്ടി. നിങ്ങൾ ഇത്രയും വലിയ ഗായകരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് റൊമാൻറ്റിക് കൂടായാലോ? വെറുതെ പറ്റൂല. ഭയങ്കര ഫണ്ണി ആയിട്ട് പിക്കപ്പ് ലൈൻ പറഞ്ഞ് അവളെ ഇൻട്രസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. പിക്കപ്പ് ലൈൻ പറഞ്ഞ് ഫണ്ണി പ്രപ്പോസൽ സമ്മതിച്ചില്ലേ? ഒരു പിക്കപ്പ് ലൈൻ വെച്ച് തുടങ്ങാം നമുക്ക്. റോഡിലുണ്ട് പോർട്ട് ഹോള്, ആകാശത്തുണ്ട് ബ്ലാക്ക് ഹോള്, പക്ഷേ നീ എന്റെ അമ്മയുടെ കണ്ണിൽ മരുമോള്. ഇംപ്രസ് ആയോ? ഇനിയും വേണോ? സ്റ്റോക്ക് തീർന്നല്ല. ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൾ തന്ന് എന്നെ സഹായിക്കും. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞേടാ. റൊമാൻറ്റിക് അല്ലാത്തോണ്ട് എനിക്ക് റൊമാൻറ്റിക് അല്ലാത്തൊരു വാക്ക് പറ. എന്തെങ്കിലും ഒന്ന് പറയട്ടെ. ഇവിടെ കിടക്കുന്നു പ്ലാസ്റ്റിക് പൂ, വർഷയ്ക്ക് ഇഷ്ടം ഒറിജിനൽ പൂ. വർഷേ നീ വരൂ ഇപ്പൊ എന്റെ കൂടെ, നമുക്ക് പോകാം ഹണിമൂൺ പൂ. എനിക്ക് കിട്ടിയില്ലേ? എന്താണിത്? അതൊരു പുതിയ പൂവാണ്, കേട്ടിട്ടില്ലേ? നോർത്ത് ഇന്ത്യയിൽ റിലീസായ ഉടനെ കേരളത്തിലോട്ട് വരും. ശരണ്യ ചേച്ചിയാണോ ഫോളോ ഫ്രണ്ട്? അതെ ഫോളോ ഫ്രണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ആക്ച്വലി ചെടിയിലുണ്ട് വിത്ത്, മാലയിലുണ്ട് മുത്ത്, നീ എന്റെ ചക്കര മുത്ത്. വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കണ്ട. പക്ഷെ മരണവരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ ക്രിഞ്ച് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തായിട്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്തില്ല. 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ, അപ്പോ സാധന നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കും. ഏതാടാ? ചേട്ടൻ നല്ലൊരാളാണെന്ന് പറഞ്ഞില്ലേ? 10 എണ്ണം പറയാൻ പറഞ്ഞിട്ട് 1 എണ്ണം പറഞ്ഞു. ഒന്നിലെല്ലാം ഉണ്ട്. നീ ഭയങ്കര പാർഷ്യാലിറ്റിയുള്ള ജെൻസി. ആദ്യം അത് പറ്റൂല. ആങ്കർ ചെയ്യുമ്പോ ഈക്വലിബ്രിയം ആണ്. 2 എണ്ണം കൂടെ പറയാൻ പറ. പിന്നെ ഒരു പണി കൊടുക്കാം. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. അതില് ഇവരെ മാത്രമല്ല കുറെ ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആരെങ്കിലും 3 പേര്. കാർത്തിക് സൂര്യയുടെ സൈഡിൽ നിന്നും 3 ചുണക്കുട്ടികൾ സ്റ്റേജിലേക്ക് കാലെടുത്ത്. ബ്രൈഡ് വെർസസ് ഗ്രൂം.
പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പയ്യന്റെ വീട്ടിലെ 3 പേർ അവിടെ തഴുകുകയാണ്. പിന്നെ പ്രത്യേക അനൗൺസ്മെന്റ്, ആരും പോയിച്ചിറങ്ങി വീഴരുത് ഓടുമ്പോ, എല്ലാരും ശ്രദ്ധിക്കുക. അപ്പൊ ഓട്ടം ഉണ്ട്. ഗെയിം ഒന്നുകൂടെ അനൗൺസ് ചെയ്യണോ? എന്താ ഗെയിം? ഓരോ ടാസ്ക് തരും. ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഓടി വന്ന് ഈ ചെയറിൽ ഇരിക്കുക. ഫസ്റ്റ് ചെയറിൽ ഇരിക്കുന്ന ആൾക്ക് ചെയർ കിട്ടും. ഓരോരുത്തരായിട്ട് ഓരോ ടാസ്ക് കഴിയുന്നതോറും ചെയർസിന്റെ നമ്പർ കുറഞ്ഞു വരും. ഞങ്ങൾ ഫസ്റ്റ് ഒരു ടാസ്ക് തരും, എന്നിട്ട് സ്റ്റാർട്ട് പറയുമ്പോൾ ഓടിക്കോണം. ഓടി നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ചെയറിൽ വന്നിരിക്കുക. ആദ്യം എത്തുന്നവർക്ക് ചെയർ കിട്ടും, ഇല്ലാത്തവർ ഔട്ടാണ്. സ്റ്റാർട്ട് പറഞ്ഞ ശേഷം മാത്രമേ ഓടാവൂ. സ്പെക്സ് വെച്ച ഒരാളെ പെട്ടെന്ന് എടുത്തിട്ട് വരിക. റെഡി? ആളെ നിർത്തുന്നവരുണ്ട്. സ്റ്റാർട്ട് പറഞ്ഞിട്ട് മാത്രമേ ഓടാവൂ. അതിന് മുന്നേ ആരും ആവേശം കൊണ്ട് ഓടരുത്. വേഗം പോയി കുട്ടി എടുത്തിട്ട് വരിക. സ്റ്റാർട്ട്. ചേട്ടൻ കുട്ടിയല്ലല്ലോ, പേരിൽ മാത്രം വലിയ കുട്ടിയുള്ളൂ. ഈ കുട്ടി എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം മാറിക്കോ മക്കളെ. ഈ കുട്ടി എടുത്ത് അത് മതിയാ? ഈ കുട്ടി അവളതിന് ശേഷം എടുത്തു അതില്ല. ആ ഓക്കെ, അപ്പം കിട്ടോ. നാരായണ കുട്ടിയൊക്കെ പൊക്കിക്കൊണ്ടുവന്നേക്കുന്നു. 2-2 എന്ന സമമായ സ്കോറിൽ നിൽക്കുകയാണ് പെൺവീട്ടുകാരും പയ്യന്റെ വീട്ടുകാരും. ആ വാശിയേറിയ ഈ പോരാട്ടത്തിൽ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെയും പിന്നെയും ഓർമ്മിക്കുന്നു, സ്റ്റാർട്ട് പറഞ്ഞ ശേഷം മാത്രമേ ഓടാവൂ. സ്റ്റാർട്ട് പറഞ്ഞാൽ മാത്രം ഓടാവൂ പെണ്ണുങ്ങളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കീ എടുത്തിട്ട് വരിക. സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂമിന്റെ സൈഡാണ് ലീഡ് ചെയ്യുന്നത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ചെറുക്കന്റെ സൈഡുകാർ 2-1 എന്ന ലീഡ് നില കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആൺതരി പോരാടുന്നതാണ്. നെക്സ്റ്റ്, ഒരു ആൻഡ്രോയിഡ് ഫോൺ. സ്റ്റാർട്ട്. അതിവിദഗ്ധമായി എന്റെ അച്ഛൻ അവർക്കൊരു ആപ്പിൾ ഫോൺ എടുത്തു കൊടുത്ത് അച്ഛൻ ആവേശം കയറി ഐഫോൺ എടുത്ത് വീശി. വാശിയേറിയ പോരാട്ടത്തിനുള്ള ഒരു ഒറ്റ കസേര അവസാനിക്ക് ആരായിരിക്കും ഈ ചാമ്പ്യൻഷിപ്പിന്റെ വിന്നർ എന്ന് അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. സുഹൃത്തുക്കളെ, ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഇയറിംഗ് ഊരി വാങ്ങിച്ചോണ്ട് വരിക. സ്റ്റാർട്ട്. ആരും അലമ്പുണ്ടാക്കരുത്, നമുക്ക് വഴി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, ഓഡിയൻസിന് വിട്ടുകൊടുത്തിരിക്കുന്നു. കമോൺ. ഏതെങ്കിലും ഓഡിയൻസിന് സെറ്റി. മാമിയാ? മാമി മടിക്കുന്നു. വേറെ ആർക്കെങ്കിലും കൂടെ? ടാസ്ക് പറയാൻ പോവുകയാണ്. ഓക്കെ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു വള ഊരി എടുക്കാം. ഞങ്ങളിവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരാള് ഒരു ഗ്രൂമും ഒരു ബ്രൈഡിന്റെ സൈഡിലും. അങ്ങനെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക്കില് ആ പ്രോപ്പർട്ടിയുടെ പേര് കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെടുക്കുക. റെഡിയാണോ? മനസ്സിലായോ? ചിലപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോ മനസ്സിലാവുമായി. എന്ന ആവേശകരമായ സ്കോറിലെത്തിയിരിക്കുകയാണ്. വീണ്ടും ഈ 2 സ്കോർ ചെയ്തിരിക്കുന്നു. 4-4 എന്ന അത്യുജ്വലമായ സ്കോറിൽ പെൺവീട്ടുകാരും പയ്യന്റെ വീട്ടുകാരും ഇഞ്ചോടിച്ച് പോരാട്ടത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ, അടുത്ത കാലത്തിലേക്ക് നമുക്ക് കിടക്കാം. 8-6 എന്ന സ്കോറോടുകൂടി പയ്യന്റെ വീട്ടുകാർ വീണ്ടും ലീഡ് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഇത്രയും വാശിയേറിയ മത്സരം ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിൽ വരെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഞ്ചോടിച്ച് പോരാട്ടം.
അപ്പോ വിജയകരമായി പയ്യന്നൂരിന്റെ രണ്ടാമത്തെ ഗെയിം വിജയിച്ചിരിക്കുകയാണ്. പൊളിച്ചു. ഒരു വിധം ഹൽദി തീർത്ത് 1-1 2 ഗെയിം കളിച്ച് ഉടനെ നമ്മൾ ഈ സ്വർണ്ണം വിളിച്ചു. എടാ കുട്ടീന്ന് വിളിക്കുമ്പോ നീ ആണോ കിഴങ്ങ് കയറി. ഓ ലോജിക്കലി എന്റെ പെങ്ങള് അതീവ ബുദ്ധിമതി. കുട്ടി എന്ന് പറഞ്ഞപ്പോ നാരായണ കുട്ടിയെ കൊണ്ട് വന്നേക്കണ് ആണല്ലേ. അവര് പറയുമ്പോ ക്ലിയർ കട്ടായിട്ട് കാര്യം ബാക്കിയുള്ള കുട്ടിയെ മടിയിരുത്ത നീ എഴുത്താണ് നിന്നെ മഞ്ഞ ഇട്ടോണ്ട് വരാ മറ്റേ ഓറഞ്ച് ഇട്ടോണ്ട് വരാൻ പറഞ്ഞ അവളെ പൊക്കണം. സാന്ദ്രേ മകളെ എടാ നില്ലില്ലേ നല്ല ഓറഞ്ച് ഡ്രസ്സറാ. അവൻ 4 ദിവസം എടുത്താണ്. മാമൻ ഓറഞ്ചോ മാമ്പഴം ഓറഞ്ചോ? ഞാൻ കളിക്കുറല്ല 4 ദിവസം എടുത്തിട്ട് അവ ഓറഞ്ച് തപ്പിയിട്ട് എന്നിട്ട് അവസാനം മഞ്ഞ ഇട്ടോണ്ട് വന്നു എന്നിട്ട് എടാ പോടാ നീ എപ്പോ വന്നാ? ഇത് സ്വിഗ്ഗി ഓറഞ്ച്, ഇത് സന്യാസി ഓറഞ്ച്, ഇത് പീച്ച്. ഇന്റർവ്യൂവിന് പോവാൻ പോണ്. ആണല്ലേ അറിയാതെ പെണ്ണ് കണ്ടിട്ടാണ് വന്നാ. ആ ഡ്രസ് കണ്ടാ ഇൻസ്റ്റാടെ ചെയ്ത് നേരെ ചെന്നിട്ട് സിമ്പിളായി മഞ്ഞ നിന്റെ അടുത്തായിരുന്നു നീലിട്ടുണ്ട് പറഞ്ഞു. എടാ എവിടെയാടാ മഞ്ഞ? നിന്റെ അണ്ടർവെയറിലെങ്കിലും മഞ്ഞ ഉണ്ടാടാ. പച്ച 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 എടാ അതീ പോലെ നീ മഞ്ഞ ഇട്ടില്ലടാ. കിളിപ്പച്ച എടാ മഞ്ഞ. നീ ഒരു കാര്യം ചെയ്യും ഇതിനെ എടുത്ത് മഞ്ഞ. നീ എന്താടി ഒരു ഫയൽമാനെ കണക്കിരിക്കണത്? വയറുത്താ മകളെ എടാ പ്രൗഡ് ഓഫ് യുടാ. നീ മിന്നൽ മുരളിയിടിയ നീ കുട്ടി എടുക്കാൻ പറഞ്ഞപ്പോ നാരായണ കുട്ടി എടുത്തോണ്ട് വന്നേക്കണ്. മിടുക്കി. ഇവിടെ ഓർഗനൈസിങ് ടീം നിങ്ങളെല്ലാണോ? എടാ നന്നായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ മഞ്ഞയില ചതി മാത്രമേ. പരിപാടി സൂപ്പറായി. പക്ഷെ ഈ പിങ്ക് നീ എനിക്ക് ഇടാൻ പറഞ്ഞതിന് ഞാൻ അനുഭവിച്ച അപമാനമുണ്ട്. നിങ്ങൾ തള്ളുന്നയാണോ? ആണോ? എടീ ഒരു പരിപാടി മര്യാദക്ക് നടന്നു പോവേണ്. അപ്പൊ കൊള്ളാം, പിങ്ക് കൊള്ളാം. പക്ഷെ നിങ്ങൾ പറയണം കേസ് ഇത് മഞ്ഞയാണോ ഓറഞ്ചാണോ? എടീ ഞാൻ വീട്ടിൽ യുദ്ധം ചെയ്ത് ഓറഞ്ചിന് വേണ്ടി നിനക്കറിയാവോ? അവസാനം നന്ദുവിന്റെ അടുത്ത് പറഞ്ഞാ ഓറഞ്ച് ഇല്ലെങ്കിൽ റസ്റ്റഡ് ഓറഞ്ച് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ 4 ദിവസം എടുത്ത പേര് പഠിക്കാൻ റസ്റ്റഡ് ഓറഞ്ച് എന്ന്. എന്നിട്ട് കടയിൽ പോയി പറഞ്ഞിട്ട് മഞ്ഞ ഇട്ടോണ്ട് വന്നു. നിങ്ങൾ അങ്ങനെ തന്നെ വേണം. എന്നിട്ട് അവളുടെ മാമി എന്തോന്ന് പട്ടുസാരിയില്ല അത് ഓറഞ്ചാണ്. ഓഹോ കൊള്ളാം. അതല്ലേ നിങ്ങൾ കഴിക്കും. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. വെൽക്കം ടു വർഷാസ് ഹൽദി. എന്റെ മുഖത്താണ് പക്ഷെ മഞ്ഞൾ കൂടുതൽ വീണത്. എടി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? വൈബല്ലായിരുന്നാ? നീ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഒന്ന് ഇളകി ഡാൻസ് കളിക്കണുണ്ട്. ആഹാ ഇങ്ങനെയൊക്കെയല്ലേ കളിക്കണത്. മാമി എങ്ങനെ ഉണ്ടായിരുന്നു? മാമി സെറ്റല്ലേ? പിള്ളേര് നല്ലതായിട്ട് ചെയ്തല്ലേ? ആ മകളെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളല്ലേ? ആണോ? താങ്ക് യു. നമ്മൾ ഇടിച്ചിടിച്ച് നിന്നില്ലേ? അത്രേ ഉള്ളൂ. എന്താടാ ഇവിടെ സത്യം നിങ്ങൾ ചുമ്മാ പറയാനാണോ? ആണോ? പിള്ളേരെ കൊള്ളാന്നൊക്കെ പരിപാടി അടിപൊളിയായിരുന്നു. നീ ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കഴുത്ത് കുറച്ച് വെട്ടിഞ്ഞോട്ടിറക്കായിരുന്നു. ഈ സൈഡിൽ പടം പോലെ കൊള്ളായിരുന്നു.
ചേരുന്നുണ്ടല്ലേ? താങ്ക് യു മക്കളെ, നിങ്ങൾ നന്നായി വരും. ആണല്ലേ? ചോറ് എവിടെ ആണെങ്കിലും കൂറ് ഇവിടെ ആയിരുന്നല്ലേ? ആണല്ലേ? മെഡിക്കുകള്. താങ്ക് യു. കല്യാണത്തിനും റിസപ്ഷനും എല്ലാം കാണുമല്ലോ നിങ്ങള്? പൊളിക്കാം നമുക്ക്. ശരി മകൾ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പരിപാടി? വൈബല്ലായിരുന്ന? നിന്റെ അമ്മയ്ക്കൂടെ വന്നൂടായിരുന്ന? സുന്ദരി കുട്ടി. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നല്ലേ? ഇതെന്നാ അടി ഇത്? ആണാ? അടിപൊളിയായിരുന്നടി. കിടിലൻ ഡാൻസ്. അമ്മ ഒരു ഡാൻസറാണമ്മ നമ്മൾ കെട്ടിക്കൊണ്ട് വരാൻ പോണത്. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതൊക്കെ മതി. അമ്മയുടെ ചേച്ചിയുടെ മാമി പറഞ്ഞതറിഞ്ഞു. എന്തെന്ന്? ചേച്ചി എഴുന്നേറ്റ് കളിച്ചിരുന്നെങ്കിൽ മാമിയും കളിച്ചിരുന്നു. ചുമ്മാ അമ്മാമേ. അയ്യോ, അമ്മ എന്ത് വരായിരുന്ന ഡാൻസ് കളിക്കാൻ? എടി അടുത്ത പ്രാവശ്യം കളിക്കുമ്പോ അമ്മയും കൂടെ തൂക്കിക്കോട്ടെ. റിസപ്ഷൻ കളിക്കാം അമ്മ, എന്തായാലും പൊക്കിക്കോട്ടെ. മാമിയുടെ ഗൂഢാലോചന എനിക്ക് മനസ്സിലായി. എല്ലാരിൽ നിന്നും ആണ്. ഓഹോ, എന്റെ അമ്മായിയമ്മയല്ലേ? എന്റെ മാമിയല്ലേ? മാമി എനിക്ക് മനസ്സിലായി. മറ്റേ പിള്ളേര് പറഞ്ഞു, അവളുടെ കൂട്ടുകാർ പറഞ്ഞു ഇത് മാമിയുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ. ആണാടി? ടാറ്റാ ടാറ്റാ ടാറ്റ പറ. അയ്യോ ഭയങ്കര രസമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം. മൊത്തത്തിൽ പോയിട്ട് പറഞ്ഞോട്ടെ. ഇതെല്ലാം വിഷ്ണുവിൻ്റെ എൻ്റെ അളിയൻ്റെ കൂട്ടുകാരാണെങ്കിൽ. സൗണ്ട് ഒന്ന് കുറച്ചുകൂടെ സൗണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വല്യമ്മ പരിപാടികൾ? അടിപൊളിയല്ലായിരുന്ന? തളർന്നു പോയെന്ന് തോന്നുന്നു വല്യമ്മ. നമ്മുടെ പരിപാടികൾ തീരണില്ലേ? ഓക്കെ, ഇനി ഞങ്ങൾ ഈ വൈബും കൊണ്ട് നന്ദുവിന്റെ ന്യൂയോർക്കിലോട്ട് പോട്ടെ. അപ്പൊ അവിടെ എന്തോ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയാലണ്ണ? അടിപൊളി. പോയാലോടാ? അങ്ങോട്ട് പോകാം. ഹൽദി കഴിഞ്ഞ് 11:30 ആയപ്പോഴത്തേക്കും നന്ദുവിന്റെ ന്യൂയോർക്ക് ചിക്കനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തിനാടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ആണാ? ഓഹോ, കമോൺ ഗൈസ്, എല്ലാവരും ഉണ്ടല്ലോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. എന്റെ ചെവി, ചെവി അടിച്ച് പോലടാ. ഹാപ്പി. ഇതെന്താ ഇത്? ഇതെന്താണ് എഴുതിയേക്കണത്? ഗ്രൂപ്പ് ടു ബി. ഓ, ഗ്രൂപ്പ് ടു ബി. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ഗൈസ്. ബൊക്കെയൊക്കെ കിട്ടി. നന്ദു, നിന്റെ സെറ്റപ്പ് ആണോടാ? പിന്നെ ഇന്ന് ഫുൾ ഒരു ഹാപ്പനിങ് ഡേ ആണല്ലോ ഗൈസ്. ഗ്രൂം ടു ബി. കേരടാടാ. ഓ എന്റെ മോനെ. ഓ വാ വാ വാ. എടാ എന്തുവാടാ ഇതൊക്കെ? വാ വാ വാ, വാടി വാ, എല്ലാരും വാ. ആ ഓക്കെ, തീർന്ന് മാസ് കാണിക്കാൻ സംഭവിച്ചില്ലെന്ന്. എടാ നന്ദു, എന്തുവാടാ ഇതൊക്കെ? എനിക്ക് 100% നിനക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ബാ ഇവിടെ ഇരി. ഇതെന്താടി പരിപാടി? ഇതാണ് ഗ്രൂം ടു ബി. നമ്മള് കല്യാണം കഴിക്കണ മുമ്പ് നമ്മള് പെണ്ണുങ്ങൾക്ക് ബ്രൈഡ് ടു ബി കൊടുക്കും. ഞാൻ കണ്ടില്ല ഇവളുടെ കൂടെ നിന്നേച്ച പൂക്കളൊക്കെ ഇട്ട്. ആ സാധനമാണ് നിനക്ക് ഇന്ന്. ആണോ? എനിക്കറിയാം, എനിക്ക് ഇലയിട്ട് സദ്യ ഇരിക്കാൻ. മക്കളെ ഒന്ന് ഇരിയടാ, ഇരി ഇരി. എടാ ഇരിയടാ, അച്ചു ഇരി, നമ്മളെല്ലാം ഇരിക്കാം. ഇന്നൊരു നല്ല ദിവസം കേട്ടാ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക്. ഭയങ്കര ഹാപ്പി. കാർത്തിക് സൂര്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബെസ്റ്റ് കോംപ്ലിമെന്റ്. ആ അടി കറങ്ങും അടി. ഇത് നല്ല ഫോട്ടോ അല്ലേ എന്റെ അവളുടെ കൂടെ? എന്തുവാടാ നമ്മുടെ ചെക്കൻ കല്യാണം കഴിച്ച് സെറ്റിൽ ആണ്. ഇത് എന്താണ് സംഭവം? ഇത് നമ്മളൊരു പാർട്ടി. ചുമ്മാ ചേട്ടന്മാര് വീഡിയോ പറയണല്ലേ.
കൊല്ല കൊല്ല മുന്തിരിങ്ങ അമ്മേ തേങ്ങ തിരുവനാണ് കഴി കൊല കൊടുക്ക നിങ്ങൾ. ഗൈസ് ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ഇന്ന് മധുരം കഴിച്ചാൽ ചാവും. ഗൈസ് താങ്ക് യു അളിയ, താങ്ക് യുടാ, താങ്ക് യു ന്യൂയോർക്ക്. അണ്ണാക്കില് ഫ്ലൂട്ട് വന്നോണ്ടാ ഗൈസ് സെന്റൻസ് കട്ടായി. താങ്ക് യു ഗൈസ്, താങ്ക് യു ന്യൂയോർക്ക് ചിക്കൻ, താങ്ക് യു ഗൈസ്. അങ്ങനെ ഹൽദിയും കഴിഞ്ഞ് ഗ്രൂംസ് ടു ബി, രണ്ടാമത്തെ എന്റെ ഗ്രൂം ടു ബി. നിനക്ക് കുടിക്കാനുള്ളതല്ലടാ, എനിക്ക് തരണ്ടേ? ആണാ? പക്ഷെ വാ നിന്റേതായിരുന്നല്ല. ഓഹോ അത് കൊള്ളാം. കേക്ക് മുറിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗ്രൂംസ് ടു ബിയും കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറി ഗൈസ്. എല്ലാവരും കയറാൻ പോണുള്ളു. അടിപൊളി ഡേ ആയിരുന്നു ശരിക്കും, ഒരു പൊളിക്കാച്ചി ഡേ. ഹൽദിയും ഗ്രൂം ടു ബിയും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർത്ത് മൊത്തത്തിൽ ഒരു കളർഫുൾ ദിവസം. ഇനി നാളെ ഭാരത് ബന്ദാണെന്ന്, അപ്പോൾ നാളെ മിക്കവാറും വീട്ടിൽ ചില്ലിങ് ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നീളമുള്ള വീഡിയോ ആവാനാണ് സാധ്യത. ഇത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് അപ്പായാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും കേസ് ഞാൻ ഇപ്പം ടൈം ലൈൻ കറക്റ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, സിൽവർ ലൈനിങ് എന്നൊക്കെ പറയൂലേ, അതുപോലെയൊക്കെ ഹാപ്പി ശരിക്കും ഹാപ്പി. ബൈ ബൈ, നാളെ കാണാം.